പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ആയുസ്സിൽ കാണാത്ത ഒരു പുതിയ പ്രഭാതം നമുക്ക് കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവമായ കർത്താവ് നമുക്ക് ആയുസ്സും ആരോഗ്യവും ബലവും തന്ന് നമ്മളെ വഴി നടത്തി നമുക്ക് വേണ്ടുന്നതെല്ലാം തന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് ദൈവവചന ധ്യാന ചിന്തയോടെ ആരംഭിക്കാം. അതിനാധാരമായി സെഫന്യാവിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, സെഫന്യാ ചാപ്റ്റർ 3 വേഴ്സ് 9. അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏക മനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായുള്ള അധരങ്ങളെ വരുത്തും. ഒരു 3-ാമത്തെ സെഫന്യാവിൻ്റെ 3 അധ്യായങ്ങളുള്ളൊരു ബുക്കാണ്. ഈ പുസ്തകത്തിനകത്ത് നിന്ന് അടർത്തിയെടുത്ത ഒരു വേദവചനമാണ് 9-ാമത്തെ വാക്യം. അതുകൊണ്ട് അത് തുടങ്ങുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാണ്. സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ഇപ്പോൾ സാധിക്കാത്തതും അല്ലെങ്കിൽ സാധിക്കാൻ പ്രയാസമുള്ളതുമായുള്ളൊരു കാര്യമാണ്. സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. അവർ ഏക മനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായുള്ള അധരങ്ങളെ കൊടുക്കും. ഇത് മറ്റൊരു ഭാഷയിൽ ഫിലിപ്പിയ ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എല്ലാ നാവും പാടും, എല്ലാ മുട്ടും മടങ്ങും, യേശു മാത്രം കർത്താവെന്ന് സകല ജാതികളും ഏറ്റുപറയും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് അസംഭാവ്യമാണെങ്കിലും ദൈവത്തിന്റെ ഒരു ഇന്റർവെൻഷന്റെ മുൻപില് ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു അനുഭവം കാണാം. ജാതികൾ ദൈവത്തെ സ്തുതിക്കാൻ ദൈവവേദനയിലെ നീ വേദനയിൽ കൂടി കടന്നുപോയെന്ന് വരും. ഒരിക്കൽ നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞു, ഇനി ഈ സാമ്രാജ്യത്തിലെ ഈ എംപററിലെ ദൈവം എന്ന് പറയുന്നത് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന്റെ ദൈവമാണ്. പക്ഷെ അതിന് വില കൊടുക്കേണ്ടതായിട്ട് വന്നു. എല്ലാ ജാതികളും പറഞ്ഞു, അല്പം മുമ്പ് വരെ ആ വെച്ചിരുന്ന ബിംബത്തെ നമസ്കരിച്ച് എല്ലാവരും പറഞ്ഞു, ഇനി ദൈവം ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന്റെ ദൈവമാണ്. ഒരിക്കൽ ദാരിയാവേശ് എന്ന് പറയുന്ന രാജാവ് പറഞ്ഞു, ഇനി ദാനിയേലിന്റെ ദൈവമാ രാജ്യത്തിന്റെ ദൈവം. അതിന് തൊട്ടു മുമ്പ് ദാനിയേൽ സിംഹക്കുഴിയിലായിരുന്നു. എവിടെയെങ്കിലും വേദനകളും കഷ്ടങ്ങളും നടന്ന് ഒരു വേദനിപ്പിക്കപ്പെടുന്ന, അടിച്ചമർത്തപ്പെടുന്ന, ഒഴിവാക്കപ്പെടുന്ന, ഒറ്റപ്പെടുന്ന സമൂഹമുണ്ടെങ്കിൽ അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി നടക്കുന്നുണ്ട്. ദൈവത്തിന്റെ ഇന്റർവെൻഷൻ നടക്കുന്നുണ്ട്. ദൈവത്തിന്റെ ഇടപെടൽ, ദൈവത്തിന്റെ ഒരു ഇറങ്ങി വരവ് നടക്കുന്നുണ്ട്. വേദനിക്കുന്ന ഇടത്ത്, നിലവിളിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ ഇടപെടലുണ്ട്. മിസ്രൈമിൽ, ഈജിപ്തിൽ ദൈവത്തിന്റെ ജനത്തെ കഷ്ടപ്പെടുത്തി, അടിമപ്പെടുത്തി, അവരെ അടികൊടുത്ത് അടിമകളാക്കി പണി ചെയ്യിക്കുമ്പോ വചനം എഴുതിയിരിക്കുന്നു, ആ ഭൂമിയിൽ നിന്നുള്ള അവരുടെ നിലവിളി ദൈവം കേട്ടു. അവരുടെ കണ്ണുനീർ കണ്ടു, അവരുടെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. അവരുടെ കഷ്ടത കാണുന്ന ദൈവം, ആ കാണുന്ന ദൈവത്തിന്റെ ഒരു ഇറങ്ങി വരൽ, ദൈവത്തിന്റെ ഇടപെടലുണ്ട്, ഒരു ഇന്റർവെൻഷൻ ഉണ്ട്. ആ ഇന്റർവെൻഷൻ അകത്ത് ഫറവോ തുടങ്ങി രാജ്യത്തിലെ കൊച്ചു കുഞ്ഞു വരെ ഒരുപോലെ പറയും, ഈ ദൈവം യഥാർത്ഥ ദൈവമാ. മോശെ, നീ ആ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കും, ബാധ മാറിപ്പോകാൻ പ്രാർത്ഥിക്ക്. ആ ദൈവത്തെ ഒരു തിരിച്ചറിയും. എവിടെയൊക്കെ പ്രതിസന്ധികളും, എവിടെയൊക്കെ ദൈവമില്ലാത്ത അവസ്ഥയും, എവിടെയൊക്കെ ഒരു നിലവിളിയും ഉയർന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ ഇന്റർവെൻഷൻ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കുഞ്ഞെ, നീ ഇറങ്ങി നിൽക്കുന്നിടത്ത്, നീ ആയിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ ഇന്റർവെൻഷൻ, അതെ, നീ നിലവിളിക്കുന്നുണ്ടെങ്കിൽ, നീ ഒറ്റപ്പെടുന്നത് തോന്നുന്നുണ്ടെങ്കിൽ, നീ ഏകയായി കരയുന്നുണ്ടെങ്കിൽ, എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്തവളെ പോലെ, ആരുമില്ലാത്തവനെ പോലെ വേദനിക്കുമ്പോ നീ ഒന്ന് മനസ്സിലാക്കിക്കോ, ദൈവത്തിന്റെ ഒരു ഇന്റർവെൻഷന് സമയമായി, ദൈവത്തിന്റെ ഇടപെടലിന് സമയമായി. നിനക്കെതിരെ അഗ്നികുണ്ഡങ്ങൾ ഒരുങ്ങുമ്പോൾ അതിന്റെ തീ, അതിന്റെ ചൂട് 7 മടങ്ങ് കൂട്ടുമ്പോൾ
നീ വിചാരിച്ചോ ദൈവത്തിന്റെ ഒരു ഇന്റർവെൻഷന് സമയമായി? നിനക്കെതിരെ പുറകെ നടന്നിട്ടും കുറ്റം കണ്ടുപിടിക്കാൻ കഴിയാതെ, തുടർച്ചയായി നടന്നിട്ട് കുറ്റം കണ്ടുപിടിക്കാൻ കഴിയാതെ, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് മാത്രം കുറ്റമായി കണക്കാക്കി സിംഹക്കൂട്ടിലിടാൻ പ്ലാൻ ചെയ്ത് വലിച്ചെറിയുമ്പോ സിംഹത്തിന്റെ വായടയ്ക്കുന്നവനായി ദൈവത്തിന്റെ ഒരു ഇന്റർവെൻഷന്റെ സമയമായി. ഹല്ലേലൂയ. നിന്റെ വാക്ക് കേൾക്കാതെ കപ്പലുടമയുടെയും മാലുമിയുടെയും വാക്ക് അധികമായി എടുത്ത് തെക്കൻ കാറ്റ് മന്ദമായി ഊതുകിയാൽ കാര്യം സാധിച്ചു പോയി നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ച് മുന്നോട്ട് പോകുമ്പോ മൂലനടിച്ച് കപ്പല് ഗതിയില്ലാതെ ദിശയില്ലാതെ മുന്നോട്ട് പോയി. രക്ഷപ്പെടുമ്പോ ആശ പോയി എല്ലാം തകർന്ന് ശൂന്യതയിൽ തപ്പുമ്പോ സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ 14 ദിനങ്ങൾ ഒരുപോലെ കഴിച്ചു കൂട്ടുമ്പോ രക്ഷപ്പെടുമെന്നുള്ള ആശ പോകുമ്പോ നീ മനസ്സിലാക്കിക്കോ ദൈവത്തിന്റെ ഒരു ഇന്റർവെൻഷന് സമയമായി. അവിടെയാ പറയുന്നത്, ഞാൻ സേവിക്കുന്നവനും എന്റെ ഉടയവനുമായ ദൈവം ഈ കഴിഞ്ഞ രാത്രിയിൽ എന്റെ അടുക്കൽ വന്ന്, ആ ദൈവത്തിന്റെ ദൂതൻ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, കപ്പലിനും ചരക്കിനുമല്ലാതെ ആരുടെയും പ്രാണങ്ങൾക്ക് കേടുവരികയില്ല എന്ന്. ദൈവത്തിന്റെ ഒരു ഇന്റർവെൻഷന് സമയമായി. എല്ലാവരും വട്ടത്തിൽ നിന്ന് ആ തീയുടെ അടുത്ത് കുളിരി മാറ്റാനിരിക്കുമ്പോ എല്ലാവരും വിറക് പെറുക്കിയിട്ടിട്ടും ഒരു കുഴപ്പവുമില്ലാതെ നീ മാത്രം വിറക് പെറുക്കിയിടുമ്പോ അതിനകത്തെ അണലി നിന്റെ കയ്യിൽ മാത്രം ചുറ്റുന്നെങ്കിൽ പൗലോസേ, ദൈവത്തിന്റെ ഒരു ഇന്റർവെൻഷന് സമയമായി. അതിനു മുമ്പ് ജനം കൊലപാതകൻ എന്ന് വിളിക്കും, അതിനു മുമ്പ് നീതി ദേവി രക്ഷപ്പെടാൻ സമ്മതിക്കുന്നില്ലെന്ന് പറയും. പക്ഷേ അത് അവസാനമല്ല, മനസ്സു മാറി ദേവനെന്ന് പറയുന്ന ദൈവത്തിന്റെ ഇന്റർവെൻഷന് സമയമായി. കാരണം കൂടാതെ കാരാഗ്രഹത്തിനകത്തടച്ച് ആമത്തിനകത്ത് പൂട്ടി അതിനകത്ത് ഇനി ഒരു ശിക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോ അവിടെ ഇരുന്ന് ആരാധിക്കുന്ന പൗലോസ് ശീലാസെ അർദ്ധരാത്രിയിൽ ആരാധിക്കുമ്പോൾ ദൈവത്തിന് ഇന്റർവെൻഷൻ ആ കാരാഗ്രഹത്തിനകത്തിറങ്ങാൻ സമയമായി. ദൈവത്തിന്റെ ഒരു ഇടപെടലിന് സമയമായി. ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ സകല ജാതികളും യഹോവ ദൈവമെന്ന് വിളിച്ചു പറയും. എല്ലാ മുട്ടും അവരുടെ മുമ്പിൽ മടങ്ങും. എല്ലാവരും ഒരേ ഏക മനസ്സോടെ പറയും, യഹോവ മാത്രം ദൈവം, നിന്റെ ദൈവം ജീവനുള്ള ദൈവമെന്ന് പറയും. എല്ലാ കണ്ണുകളും അടയട്ടെ, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനൊരു ഇന്റർവെൻഷൻ, ഒറ്റപ്പെടലില് വേദനയ്ക്കകത്ത് കണ്ണുനീര് കാണാൻ ആരുമില്ലാതിരിക്കുന്ന ഇടത്ത് ദൈവത്തിനൊരു ഇന്റർവെൻഷന് സമയമായിരിക്കാൻ നന്ദി കർത്താവേ. ദൈവത്തിനൊരു ഇന്റർവെൻഷൻ, ദൈവത്തിനൊരു ഇടപെടലിന് സമയമായതിനായി നന്ദി. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിലവിളിക്കുന്ന ദിവസങ്ങളിൽ കർത്താവേ, വചനം കേൾക്കുന്ന സകല പേരുടെ മേലും ദൈവത്തിന്റെ ഒരു ഇന്റർവെൻഷൻ. ഒറ്റപ്പെടലിന്റെ ഏകാന്തതയുടെ നടുവിൽ മരുഭൂമിയിൽ മുൾപ്പടപ്പിന് നടുവിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ ആ ദൈവത്തിന്റെ ഇന്റർവെൻഷൻ ഉണ്ടാകുന്നതിനായി നന്ദി പറയുന്നു. ആശ്വസിപ്പിക്കുന്ന ദൈവം മാത്രം ജീവിക്കുന്ന ഏക മനസ്സോടെ ദൈവം മാത്രം കർത്താവെന്ന് അതേ ശത്രുക്കൾ പോലും പറയത്തക്കവണ്ണം ദൈവത്തിന്റെ ഇന്റർവെൻഷന് ഈ ദിവസങ്ങളിൽ ഇടപെടുന്നതിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ കരങ്ങളിലേക്ക് ജനത്തെ സമർപ്പിക്കുന്നു. സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ കൂട്ടായ്മയിലെ വാത്സല്യമുള്ളവരെ, ശ്രീവചനം കേൾക്കുന്ന സർവ്വപേരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കുന്നതിനായി നന്ദി. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഏൽപ്പിക്കാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവസാന്നിധ്യത്തിൽ മറയാം. ഗോഡ് ബ്ലെസ് യു ആൻഡ് വാക്ക് വിത്ത് ജീസസ്. താങ്ക് യു.